നമസ്കാരം. നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സാഹസ് ബിനാ ഗതി നഹി പ്രഗതി നഹി എന്ന ഹിന്ദിയിലുള്ള മഹത്തായ ഒരു ഗ്രന്ഥത്തിലെ ആശയങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ധൈര്യമില്ലെങ്കിൽ മുന്നോട്ടൊരു വഴിയില്ല, ഒരു പുരോഗതിയുമില്ല എന്ന വലിയ സത്യത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഈയൊരു യാത്രയില് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ നിർവചനമെന്ന് നോക്കാം. പിന്നെ പ്രകൃതിയുള്ളൊരു നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിനുശേഷം ഭയം നമ്മുടെ മനസ്സിനെ എങ്ങനെയാണൊരു വലിയ സ്ക്രീൻ പോലെയാക്കി മാറ്റുന്നതെന്ന് കാണാം. ഭാഗ്യവും ധൈര്യവും തമ്മിലുള്ള ബന്ധമെന്താണ്? അവസാനം ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ എങ്ങനെ ഉണർത്താം? ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ജീവിതത്തിന്റെ യഥാർത്ഥ നിർവചനം. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ എന്താണ് ഈ ജീവിക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം? ആ ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ശ്വാസമെടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ ശരിക്കും ജീവിക്കുന്നുവെന്ന് പറയാൻ പറ്റുമോ? ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് യഥാർത്ഥ ജീവിതം അതല്ല. ഓരോ നിമിഷത്തെയും ധൈര്യത്തോടെ നേരിടുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. ഈ ഒരാശയമനുസരിച്ച് ലോകത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ട്: ശരിക്കും ജീവിക്കുന്നവരും പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെ കഴിയുന്നവരും. എന്താ വ്യത്യാസമെന്നല്ലേ? ഒന്നാമത്തെ കൂട്ടർ ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നു, വെല്ലുവിളികളെ നേരിടുന്നു, ഓരോ ദിവസവും വളരുന്നു. രണ്ടാമത്തെ കൂട്ടരോ, അവരെ ഭയത്തിന്റെ ഒരു തടവറയിലാണ്, നിശ്ചലമായി ഒരു പുരോഗതിയുമില്ലാതെ. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ധൈര്യം എന്നത് വെറും ഒരു നല്ല ഗുണമല്ല, അല്ലേ? അത് ജീവിതത്തിന്റെ തന്നെ താക്കോലാണ്. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ വിജയിക്കാനുമുള്ള ഒരേയൊരു വഴി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ്. ഈ ധൈര്യത്തിന്റെ നിയമം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. ഇത് പ്രകൃതിയുടെ തന്നെ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന നിയമമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രകൃതിയുടെ നിയമം വളരെ ലളിതമാണ്, പക്ഷെ അതേസമയം വളരെ കഠിനവുമാണ്. ശക്തനും ധൈര്യവുമുള്ളവൻ അതിജീവിക്കും, വളരും. എന്നാൽ ദുർബലനും ഭീരുവും, അവർക്ക് പ്രകൃതിയുടെ ദയ കിട്ടില്ല. അവരെ പ്രകൃതി തന്നെ ഇല്ലാതാക്കും. ഇതൊരു തോട്ടക്കാരന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഒരു നല്ല തോട്ടക്കാരൻ എന്താ ചെയ്യുക? ആരോഗ്യമില്ലാത്ത ദുർബലമായ ചെടികളെയൊക്കെ പിഴുതുമാറ്റും. എന്തിനാ? നല്ല ആരോഗ്യമുള്ള ചെടികൾക്ക് വളരാൻ വേണ്ടി. പ്രകൃതിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതെപ്പോഴും ശക്തിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈയൊരു കാഴ്ചപ്പാടില് ഭീരുത്വം എന്ന് പറയുന്നത് വെറുമൊരു സ്വഭാവദൂഷ്യമല്ല, അതൊരു വലിയ പാപമാണ്. ഒരു കൊലപാതകത്തിനോ മോഷണത്തിനോ തുല്യമായ പ്രകൃതിയുടെ നിയമത്തിനെതിരായൊരു തെറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കേ, അപ്പോ ഭീരുത്വം എത്ര വലിയ പ്രശ്നമാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഈ ഭയം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ചെറിയ പ്രശ്നത്തെ നമ്മുടെ മനസ്സ് ഒരു ഭീകരജീവിയാക്കി മാറ്റുന്നത്? ഇതൊരു സിനിമ പ്രൊജക്ടർ പോലെയാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പ്രൊജക്ടറിനകത്തുള്ള ഫിലിമിലെ ചിത്രം വളരെ ചെറുതാണ്, ശരിപ്പോ 1 ഇഞ്ച് വലുപ്പമേ കാണൂ. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോഴോ അതൊരു 30 അടി വലുപ്പമുള്ള ഭീകരരൂപമായിരിക്കും. നമ്മുടെ മനസ്സിലെ ഭയവും ഇതുപോലെയാണ്. ഒരു ചെറിയ കാര്യത്തെ അത് പെരുപ്പിച്ചു ഭയങ്കര വലുതാക്കി കാണിക്കും. ഭയത്തിന് എത്രത്തോളം വിനാശകരമായ ശക്തിയുണ്ടെന്ന് കാണിക്കാൻ ഒരു പഴയ കഥയുണ്ട്. നമുക്കൊന്ന് കേട്ടുനോക്കാം. ആ കഥ ഇങ്ങനെയാണ്. ഒരിടത്ത് ഒരു പ്ലേഗ് രോഗം പടർന്നു പിടിക്കുകയാണ്. ആ രോഗത്തിന് 10,000 പേരെ കൊല്ലാനുള്ള ശക്തിയുണ്ടായിരുന്നു. എന്നാൽ രോഗം വന്നു പോയി കഴിഞ്ഞപ്പോ കണക്കെടുത്തപ്പോ 1,00,000 പേർ മരിച്ചിരുന്നു. ആലോചിച്ചു നോക്കൂ, വെറും 10,000 പേരാണ് രോഗം കൊണ്ട് മരിച്ചത്. ബാക്കി 90,000 പേരെയും കൊന്നത് രോഗം വരുമോ എന്നുള്ള ഭയമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ സന്തോഷങ്ങളെ, നിങ്ങളുടെ അവസരങ്ങളെ, അങ്ങനെ എന്തൊക്കെയാണ് ഈ ഭയമെന്ന കൊലയാളി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്? ശരി, ഭയത്തിന്റെ ഈ ഇരുണ്ട വശം നമ്മൾ കണ്ടു. ഇനി നാണയത്തിന്റെ മറുവശത്തേക്ക് വരാം. ധൈര്യം. ധൈര്യത്തെ കൂട്ടുപിടിച്ചാൽ എന്താണ് സംഭവിക്കുക? എന്താണതിന്റെ പ്രതിഫലം? നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, സ്വയം സഹായിക്കുന്നവരെയാണ് ദൈവം സഹായിക്കുക എന്ന്? അത് 100% ശരിയാണ്. നിങ്ങൾ ധൈര്യത്തോടെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായാൽ നിങ്ങളെ സഹായിക്കാൻ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കൂടെയുണ്ടാവും. ഒരു പൂവിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആ പൂവ് തേനീച്ചകളെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറുണ്ടോ? ഇല്ല.
അതതിന്റെ സമയമാകുമ്പോൾ വിടർന്നു നിൽക്കുകയേ വേണ്ടൂ. അതിന്റെ സൗന്ദര്യവും സുഗന്ധവും അറിഞ്ഞ് തേനീച്ചകൾ താനേ വരും. അതുപോലെയാണ് ധൈര്യവും. നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ കർമ്മം ചെയ്യൂ, വിജയം നിങ്ങളെ തേടി വന്നിരിക്കും. അതുകൊണ്ട് ഒന്നോർക്കുക, ഭാഗ്യമെന്നു പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയല്ല, അത് ധൈര്യമുള്ളവർക്ക് കിട്ടുന്നൊരു സമ്മാനമാണ്. വിജയത്തിന്റെ മാല എപ്പോഴും ധീരന്റെ കഴുത്തിലേ വീഴൂ. ഇപ്പൊ നമ്മൾ ധൈര്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? ഇത് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങാൻ കിട്ടുന്ന ഒന്നാണോ? അല്ല, അത് നമ്മുടെയെല്ലാം ഉള്ളിലുണ്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ആന്തരിക ശക്തിയെ എങ്ങനെ ഉണർത്താം എന്നതിനെക്കുറിച്ചാണ്. ഇതാണ് ഈ മുഴുവൻ ആശയത്തിന്റെയും കാതൽ. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളോ ശക്തിയോ ധൈര്യമോ ഒന്നും പുറത്തുനിന്നല്ല വരേണ്ടത്. എല്ലാ ദൈവങ്ങളും എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമാത്രം: അവയെ ഉണർത്തുക. നമ്മുടെ ജീവിതത്തെ ഒരു യുദ്ധക്കളമായി കാണുകയാണെങ്കിൽ ആ യുദ്ധം ജയിക്കാൻ നമുക്ക് രണ്ടായുധങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന്, അറിവും വിവേകവുമാകുന്ന പരിച. അത് നമ്മളെ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കും. രണ്ടാമത്തേത് ധൈര്യമാകുന്ന വാൾ. അത് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ വെട്ടിമാറ്റാൻ സഹായിക്കും. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ആത്മീയ പോരാളികളാണ്. അപ്പൊ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതം ഒരു യുദ്ധക്കളമാണ്. നിങ്ങളുടെ കയ്യിൽ ധൈര്യം എന്ന വാളുണ്ട്. അത് വെച്ച് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? അത് ഉറയിലിട്ട് വെക്കുമോ അതോ പൊരുതുമോ? അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമല്ല, നമ്മുടെ ധൈര്യമാണ്. പ്രകൃതിയുടെ നിയമം ധീരന്മാരുടെ കൂടെയാണ്. ഭയമെന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു നിഴൽ മാത്രമാണ്. അത് ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കും. എന്നാൽ ധൈര്യം ഭാഗ്യത്തെയും വിജയത്തെയും ആകർഷിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി, നമുക്ക് വേണ്ട ശക്തിയെല്ലാം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഉണർത്താനായി കാത്തിരിക്കുന്നു.